അമേരിക്കയോട് പോടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് 18 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യം നടത്തിക്കൊണ്ട് സീറോ താരിഫില് യൂറോപ്പുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. ദേശീയത പാടില്ല, രാജ്യസ്നേഹം പാടില്ല, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് നേരവും അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാൻ ആയാലും തിരിച്ചടിക്കും. നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കണം. നമ്മൾ അവരിങ്ങനെ വന്ന് എന്ത് ചെയ്താലും, എത്ര പേര് ചത്താലും, എത്ര പേര് പൊട്ടിത്തെറിച്ചാലും ഒന്നും ചെയ്യരുത്. അപ്പൊ നോക്കൂ, സറണ്ടർ എന്ന് പറയുമ്പോൾ സറണ്ടർ ആയത് നരേന്ദ്രമോദി അല്ല. പണ്ട് മുംബൈ അറ്റാക്കിന്റെ ഒക്കെ സമയത്ത് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ UPA സർക്കാർ. അത് അമേരിക്കയെ പേടിച്ച് തന്നെയാണ്. ആ പേടിച്ച ചരിത്രം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയാണ് ഇവിടെ മുട്ടുമടക്കിയിരിക്കുന്നത്. അത്രയും വലിയൊരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് കൊണ്ടാണ് 18 വർഷമായി നടക്കാത്തൊരു കരാറ് ഇപ്പോൾ നടന്നത്. എന്തേ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല? അതാണല്ലോ ആളുകൾ ചോദിക്കുന്നത്. ഗുണമുണ്ടെന്നുള്ളതിന് ഒരു തെളിവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ബേബി സഖാവും CPM രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒള്ളിയല്ല. യൂറോപ്പുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഇത് ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് ഗുണമുള്ള എന്നൊക്കെ വന്നിട്ടുണ്ടോ അവിടെ ഒക്കെ ഇവന്മാരിടം കൊല്ലിടും. അതാണ് ഫസ്റ്റത്തെ സൈൻ. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് കരാർ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ഹാപ്പിയാക്കുന്ന ഒരു വാർത്ത. എന്താണ് ഈ കരാറിന്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മളെല്ലാം ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാത്തവരായതുകൊണ്ട് അതിലെ ദൈനംദിന വാർത്തകൾ നമ്മൾ അത്ര ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ കേരളത്തിലടക്കമുള്ള ഒരുപാട് ബിസിനസ്സുകാർ ഈ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഈ അന്താരാഷ്ട്ര വിപണി, ഇതുപോലുള്ള അന്താരാഷ്ട്ര കരാറുകൾ, ഇതെല്ലാം വളരെ ക്രൂഷ്യലായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇവിടെ എന്താണ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്? എന്തിനാണ് സത്യത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടത്? കാര്യമുണ്ട്. India has risen and Europe is truly glad about it, because when India succeeds, the world is more stable, more prosperous and more secure, and we all benefit. എന്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോൾ ഇന്ത്യ കൈ കോർക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ? നമുക്കത് എനോട് തന്നെ ചോദിക്കാം. ഉൽപ്പന്നങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന മദ്യം, വൈൻ, സ്പിരിറ്റ്, ആഡംബര കാറുകൾ, ചോക്ലേറ്റുകൾ, ഒലിവ് ഓയിൽ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വില കുറയാൻ ഈ കരാർ സഹായിക്കും. ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. IT, ബിസിനസ് സർവീസസ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. ലോക GDPയുടെ ഏകദേശം 25%, ലോക വ്യാപാരത്തിന്റെ 1/3 കൈകാര്യം ചെയ്യുന്ന 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ കരാറിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ഹരിത ഗൃഹവാതകങ്ങൾ കുറയ്ക്കുന്നതിനും സുസ്ഥിര വികസനത്തിനുമായി ഇന്ത്യക്ക് 500 ലക്ഷം യൂറോയുടെ സഹായം യൂറോപ്യൻ യൂണിയൻ ഈ കരാറിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നേട്ടങ്ങൾ. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഇപ്പൊ നമുക്കറിയാം, കേരള സർക്കാർ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും വില കൂട്ടി വിൽക്കുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് മദ്യം. അതുപോലുള്ള സംഗതികൾക്ക് വില കുറയും. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കൊടുക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഹോസ്പിറ്റലുകളിൽ. മെഡിക്കൽ ഉപകരണങ്ങളുടെ ചിലവാണ് പലപ്പോഴും നമുക്ക് ഈ ബില്ലിൽ എഴുതി വരുന്ന ഏറ്റവും വലിയ തുകയായിട്ട് വരുന്നത്. ഇനി മുതൽ യൂറോപ്പിൽ നിന്നും ഫ്രീ താരിഫിൽ ഇതൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതിന്റെയൊക്കെ വില കുറയും. അതായത് ഇന്ത്യയിലെ ചികിത്സാ ചെലവ് കുറയും. ഇനി വ്യാപാരികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മനുഷ്യൻ, അത് നമ്മുടെ ട്രംപാണ്. ട്രംപ് ഇങ്ങനെ താരിഫ് കൂട്ടി, അതായത് ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അമേരിക്കയിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് 200% തീരുവ അടച്ചേ പറ്റൂ എന്ന വാശിയിലായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ വിപണിയിൽ അവരുടെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കണം, അത് നിർബന്ധമായിട്ടും വിറ്റിരിക്കണം. അതിൽ നമ്മുടെ ഇവിടുത്തെ സാധാരണ ക്ഷീര കർഷകരുടെ ഡയറി ഉൽപ്പന്നങ്ങൾ, അരി, പയർ പോലുള്ള പല സംഗതികളും ഉൾപ്പെടും. ഇതൊക്കെയും അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമ്പോൾ ഇവിടുത്തെ കർഷകർ എന്ത് ചെയ്യും? ഈ ചോദ്യം ഉയർന്നു വന്നപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ ഇവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ കർഷകരെ നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വിദേശത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റില്ല. അമേരിക്ക 200% താരിഫ് ചുമത്തുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു അധിക ബേർഡനാണ്. നമ്മുടെ ബിസിനസ് എല്ലാം താറുമാറാകും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സംസാരങ്ങൾ നടന്നിരുന്നു. ഒരിക്കലും ഇന്ത്യ ഇതിനെ അനുകൂലിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ട്രംപിന്റെ മുന്നിൽ സറണ്ടർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് സറണ്ടർ ആയ വ്യക്തിയാണ് നരേന്ദ്രമോദി. ആർക്കാണ് അമേരിക്ക പേടി? ആർക്കാണ് ട്രംപിനെ പേടി? അതൊക്കെ പണ്ട് നിങ്ങൾ ഗണ്ഡി കുടുംബത്തിന്റെ കാലത്ത്, അല്ലാതെ ഇപ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമേരിക്കയോട് പോടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് 18 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യം നടത്തിക്കൊണ്ട് സീറോ താരിഫില് യൂറോപ്പുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം അത്ര വലിയ പുകഴ്ത്തേണ്ട ആളൊന്നുമല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിൽ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടുവരുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ തരുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. Thank you, dear Prime Minister Modi, for welcoming us on this special occasion. We were privileged yesterday to be your chief guests for the Republic Day celebrations. Such an impressive display of India's
capabilities, and diversity. Today is a historic moment. We are opening a new chapter in our relations on trade, on security, on people-to-people ties. I'm the president of the European Council, but I'm also an overseas Indian citizen. Then, as you can imagine, for me, it has a special meaning. I'm very proud of my roots in Goa, where my father's family came from. And the connection between Europe and India is something personal to me. ഇത് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. ഇദ്ദേഹം മോദിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഈ സ്വന്തം നാട്ടിലിരുന്ന് സ്വന്തം പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്നവരും അതിലുപരി വിദേശത്തൊക്കെ പോയിട്ട് സ്വന്തം നാട്ടിനെ ഇകഴ്ത്തി സംസാരിക്കുന്നവരും ഒക്കെ ഇവിടെ വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അവരൊക്കെ വളരെ നല്ലവരാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇതുകൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് എന്താണ് ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗുണമുണ്ടോ എന്നുള്ളതിന് ഒരു തെളിവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ബേബി സഖാവും CPM രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കൊള്ളിയല്ല. യൂറോപ്പുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഇത് ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് ഗുണമുള്ള എന്നൊക്കെ വന്നിട്ടുണ്ടോ അവിടെ ഒക്കെ ഇവന്മാരിടങ്കോലിടും. അതാണ് ഫസ്റ്റത്തെ സൈൻ. ഇനി ഗുണം എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ നോക്കി തന്നെ പറഞ്ഞുതരാം. ടോട്ടൽ ഇന്ത്യയുടെ കാര്യം പറയുന്നതിനെക്കാട്ടിയും എളുപ്പം കേരളത്തിലെ കർഷകർക്ക് ഇതൊക്കെ കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ കേരളത്തിൽ വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഗുണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കേരളത്തിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കാർഷിക, സമുദ്ര, തൊഴിൽ മേഖലകളിൽ ഈ കരാർ ഉണ്ടാക്കുന്ന പ്രധാന ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. മത്സ്യ കയറ്റുമതിയിൽ കുതിച്ചുചാട്ടം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചെമ്മീൻ, ട്യൂണ തുടങ്ങിയ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നികുതി 4% മുതൽ 26% വരെ ഒഴിവാക്കപ്പെടും. ഇത് കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ തീരദേശ മേഖലകളിലെ മത്സ്യബന്ധന യൂണിറ്റുകൾക്കും കയറ്റുമതിക്കാർക്കും വലിയ ലാഭമുണ്ടാക്കും. സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് മികച്ച വില. ഇടുക്കി, വയനാട് ജില്ലകളിലെ കർഷകർക്ക് തങ്ങളുടെ കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ നികുതിയില്ലാതെ യൂറോപ്യൻ വിപണിയിൽ എത്തിക്കാം. വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇത് ഇന്ത്യൻ കർഷകരെ സഹായിക്കും. പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നേട്ടം. കേരളത്തിലെ കാപ്പി, തേയില, കശുവണ്ടി, റബ്ബർ എന്നീ മേഖലകളിലും നികുതി ഇളവുകൾ ലഭ്യമാകും. കൂടാതെ ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കും ചികിത്സാ സേവനങ്ങൾക്കും യൂറോപ്പിൽ കൂടുതൽ വിപണി കണ്ടെത്താൻ ഈ കരാർ സഹായിക്കും. തൊഴിലവസരങ്ങൾ. IT, നഴ്സിംഗ്, പ്രൊഫഷണൽ സേവനങ്ങൾ എന്നീ മേഖലകളിലെ മലയാളി പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിലെ 27 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനും നിലവിലുള്ളതിനേക്കാൾ ലളിതമായ നിയമങ്ങൾ നിലവിൽ വരും. വിലക്കുറവ്. യൂറോപ്പിൽ നിന്നുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, ആഡംബര കാറുകൾ, ചോക്ലേറ്റുകൾ, വൈൻ എന്നിവയുടെ നികുതി കുറയുന്നതോടെ കേരളത്തിലെ വിപണിയിലും ഇവയ്ക്ക് വില കുറയും. ചുരുക്കത്തിൽ കേരളത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാനും സംസ്ഥാനത്തെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കാനും ഈ കരാർ വഴിയൊരുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബേബി സഖാവ് ഇത് കൊള്ളിയല എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ഇത് നാട്ടുകാർക്ക് പ്രയോജനമുള്ള കാര്യമാണ്. ഇവിടെ മത്സ്യബന്ധനമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും, കാപ്പി, കുരുമുളക് പോലത്തെ കൃഷി ചെയ്യുന്നവരാണെങ്കിലും, ഇനി കശുവണ്ടി അതുപോലുള്ള സംഗതികൾ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇവർക്കെല്ലാം ഇത് പ്രയോജനമുള്ള കാര്യമാണ്. നമുക്കറിയാം ഇവിടുത്തെ കർഷകർ ഇതുണ്ടാക്കിയിട്ട് ഇത് എങ്ങനെയാണ് യൂറോപ്പിലേക്ക് കയറ്റി വിടുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ സാധ്യതകൾ വലിയ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കല്ലാതെ സാധാരണ കർഷകർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ പരിസ്ഥിതിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 500 മില്യൺ യൂറോയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് 4500 കോടി രൂപയോളം അത് വരും. അപ്പൊ ഇതെല്ലാം തന്നെ കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് മോദി സർക്കാരിന്റെ പ്ലാൻ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് സംഖ്യ അതുകൊണ്ട് തന്നെ പറയട്ടെ. അതെ, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ നടപ്പാക്കുമ്പോൾ കർഷകർ നേരിട്ടേക്കാവുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ സർക്കാർ പല സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. പ്രധാനമായും താഴെ പറയുന്നവയാണ് ആ നടപടികൾ. സെൻസിറ്റീവ് മേഖലകളുടെ സംരക്ഷണം. ക്ഷീര കർഷകരെയും നെൽ കർഷകരെയും സംരക്ഷിക്കുന്നതിനായി പാൽ ഉൽപ്പന്നങ്ങൾ, അരി, പഞ്ചസാര, ഗോതമ്പ് എന്നിവയെ ഈ കരാറിൽ നിന്നുള്ള നികുതി ഇളവുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് യൂറോപ്പിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വന്ന് നമ്മുടെ കർഷകരെ തകർക്കില്ല. ക്വാട്ട നിയന്ത്രണങ്ങൾ. ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനായി ക്വാട്ട സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത അളവിൽ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ ഇത് സഹായിക്കും. ഗുണനിലവാര പിന്തുണ. യൂറോപ്പിന്റെ കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാൻ കർഷകരെ സഹായിക്കുന്നതിനായി സാങ്കേതിക സഹായങ്ങൾ നൽകും. കൃഷിയിടങ്ങളിലെ വനനശീകരണ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സാങ്കേതിക ഗ്രൂപ്പുകൾ പ്രവർത്തിക്കും. കാർഷിക സഹായ പദ്ധതികൾ. ചെറുകിട കർഷകർക്ക് യൂറോപ്പിലെ വൻകിട വിപണികളിലേക്ക് പ്രവേശനം എളുപ്പമാക്കുന്നതിന് ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ കർഷകർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്ന തരത്തിലുള്ള വിപണി സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുന്നുണ്ട്. സാമ്പത്തിക സഹായം. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാനും ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും കർഷകരെ സഹായിക്കുന്നതിന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ലഭിക്കുന്ന സഹായധനം ഉപയോഗിക്കും. കേട്ടല്ലോ,
ഇറക്കുമതി കാര്യത്തിൽ വളരെ കൺട്രോളിംഗ് ആണ്. നേരത്തെ ട്രംപിന്റെ അടുത്ത് നോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓൾറെഡി നമ്മുടെ കർഷകർ വിൽക്കുന്ന സാധനങ്ങൾ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ഇനി അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ തന്നെയും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവിടത്തെ നമ്മുടെ ആഭ്യന്തര വിപണിയെ പ്രശ്നത്തിലാക്കിക്കൊണ്ട് ഒരു ട്രേഡിംഗ് ഇവിടെ നടക്കുന്നില്ല. അത് ഓൾറെഡി ഈ കരാറിലുണ്ട്. ഇനി ഇവിടെ നിന്നും നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം ഇന്ത്യയിൽ ഈ ഫുഡ് സാധനങ്ങളായിക്കോട്ടെ, പാക്കറ്റ് ഫുഡ് ആയിക്കോട്ടെ, യൂറോപ്പിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന അത്ര ക്വാളിറ്റി ഉള്ളതല്ല നമുക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ആ ക്വാളിറ്റി മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര കർശനമാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. പെട്ടെന്ന് മനുഷ്യർ മരിച്ചു പോകുന്നതിന്റെ കാരണം എന്താ? ഗുണനിലവാരമില്ലാത്ത ഫുഡും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനെല്ലാം നിയന്ത്രണം വരണം. ഈ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് ഇന്ത്യൻ പ്രോഡക്ട്സും ഉയരണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ രീതിയിൽ അവരെ പരിശീലിപ്പിച്ച് ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്കൊത്ത് സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് കയറ്റി വിടാനും അതൊക്കെ തന്നെ നമുക്കും ഇവിടെ ലഭ്യമാക്കാനും വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു കിറ്റ്കാറ്റും വിദേശത്ത് കിട്ടുന്ന ഒരു കിറ്റ്കാറ്റും തമ്മിലുള്ള വ്യത്യാസം കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരാളായിരിക്കും. അത് തന്നെ ഇവിടെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇവിടുത്തെ ആൾക്കാർക്കും അതിന്റെ രീതിയിൽ ക്ലാസ്സുകളും വേണ്ട ധനസഹായം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വിപണിയെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയാണ്, അതുപോലെ ഇന്ത്യ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ എക്കണോമി ഒരു ഡെഡ് എക്കണോമി ആണെന്നാണ് അയാൾ പറഞ്ഞത്. ആ വീഡിയോ ഒന്ന് കണ്ടു. Everybody knows that the Indian economy is a dead economy. I'm glad that President Trump has stated a fact. What more do? Why are you asking this question? लेकिन 25% टैरिफ लगाया प्लस पेनल्टी भी लगा दिया. It is a dead economy. Are you people not aware of this? आपको ये मालूम नहीं है कि इंडियन इकोनॉमी डेड इकोनॉमी है? വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ട്രംപ് പറഞ്ഞത് ശരിയാണ്. അതായത് ട്രംപിനോട് വേറൊരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ 24 മണിക്കൂർ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിനോട് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് ഡെഡ് എക്കണോമി ആണെന്ന്. എന്നാൽ അങ്ങനെയാണോ സ്ഥിതി? ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങളിൽ സമ്പദ് വ്യവസ്ഥയിൽ 4ാമത്തെ സ്ഥാനമാണ്. മാർച്ച് കഴിയുന്നതോടുകൂടി അത് 3ാമത്തെ സ്ഥാനത്തേക്ക് വരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അത്രയും വലിയൊരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് കൊണ്ടാണ് 18 വർഷമായി നടക്കാത്തൊരു കരാറ് ഇപ്പോൾ നടന്നത്. എന്തേ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല? അതാണല്ലോ ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടല്ലോ 11 വർഷമായിട്ട് പ്രതിപക്ഷത്ത് ഇരുന്നിട്ടും പണ്ട് നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ തന്നെ ഇവിടെ ഇരുന്നുള്ളൂ. അത് ഞങ്ങൾ കണ്ടായിരുന്നു. പണ്ടത്തെ നിങ്ങളുടെ ട്രെയിനും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ ട്രെയിനും ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഓരോരോ കാഴ്ചകളും ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെ ഡീഫെയിം ചെയ്ത് അല്ലെങ്കിൽ മാനനഷ്ടം ഉണ്ടാക്കി മാത്രം സംസാരിക്കുന്ന ഈ വ്യക്തിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. ഇയാളുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നോട്ട് വരുമെന്നും ഇവരിപ്പോ കാണുന്ന ഒന്നും മുന്നോട്ടല്ല, അവരുടെ ഒരു കണ്ണിൽ മുന്നോട്ട് വരുമെന്നും ഇയാൾ ഇനി ഇന്ത്യയെ നയിക്കുമെന്നൊക്കെ പറയുമ്പോൾ പോലും സ്വന്തം രാജ്യത്തെ മറ്റൊരു രാജ്യത്ത് പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒക്കെ ഇകഴ്ത്തി സംസാരിക്കുന്ന ഈ വ്യക്തി നേതൃസ്ഥാനത്ത് വന്നാൽ ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആഭ്യന്തരമായും അല്ലാതെയും ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആന്റി ഇന്ത്യൻസിനെ തിരിച്ചറിയാനായിട്ട് നമുക്കിപ്പോ പ്രത്യേക ഒരു കണ്ണുണ്ട്. എന്താണ് കാര്യം? നമ്മുടെ എല്ലാം ഉള്ളിൽ ദേശീയത ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം രാജ്യസ്നേഹം നല്ല രീതിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രശ്നമാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ദേശീയത പാടില്ല, രാജ്യസ്നേഹം പാടില്ല. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് നേരവും അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാൻ ആയാലും തിരിച്ചടിക്കും. നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കണം. അവരിങ്ങനെ വന്ന് എന്ത് ചെയ്താലും എത്ര പേര് ചത്താലും എത്ര പേര് പൊട്ടിത്തെറിച്ചാലും ഒന്നും ചെയ്യരുത്. അപ്പൊ നോക്കൂ, നരേന്ദ്ര സറണ്ടർ എന്ന് പറയുമ്പോൾ സറണ്ടർ ആയത് നരേന്ദ്രമോദി അല്ല. പണ്ട് മുംബൈ അറ്റാക്കിന്റെ ഒക്കെ സമയത്ത് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ UPA സർക്കാർ. അത് അമേരിക്കയെ പേടിച്ച് തന്നെയാണ്. ആ പേടിച്ച ചരിത്രം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയാണ് ഇവിടെ മുട്ടുമടക്കിയിരിക്കുന്നത് സത്യത്തിൽ. കാരണം യൂറോപ്പിനും ഈ പറയുന്ന അമേരിക്കയുടെ 200% താരിഫ് എന്ന് പറയുന്നത് വലിയ തലവേദനയായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവർക്ക് ഇന്ത്യൻ വിപണി തുറന്നു കിട്ടുമ്പോൾ അവർക്ക് ഇനി അമേരിക്കയുടെ യാതൊരു ഒത്താശയും വേണ്ട, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടൊന്നും വേണ്ട. ഇത് തന്നെയാണ് ഇനി മറ്റ് ട്രേഡ് ചെയ്യാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളും നോക്കുന്ന ഒരു സംഗതി. കാരണം ഇന്ത്യയിലെ ആളുകളുടെ ജനസംഖ്യ, ഇന്ത്യയിലെ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് ഒരിക്കലും കൈവിട്ട് കളയാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഈ പറയുമ്പോൾ ഒരു മറുപടി നൽകുന്നില്ല, അല്ലെങ്കിൽ മോദിജി പ്രതികരിക്കുന്നില്ല, മോദിജി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തിളക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കണം. അയാൾ ഒരു ഗുജറാത്തിയെ ആരും കച്ചവടം പഠിപ്പിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കുരുമുളകും ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരായ നമുക്ക് ഇതെല്ലാം യൂറോപ്പിലേക്ക് കയറ്റിവിട്ട് നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിരത നേടി ജീവിക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ പെൻഷനും കിറ്റിനും ഒക്കെ വേണ്ടി ക്യൂ നിന്ന് റേഷൻ കടയിൽ നിന്ന് റേഷനറി മേടിച്ച് രാഹുൽ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ് എന്നും പറഞ്ഞിരുന്നാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.